1. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ഉത്തരം ജസ്റ്റിസ് കെ. ശ്രീധരൻ നായർ കമ്മിറ്റി. 2. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ഉത്തരം ജി.വി. രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. 3. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. ഉത്തരം കാസർകോട്. 4. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം പരിരക്ഷ. 5. 2011 മുതൽ 2020 വരെ വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത്. ഉത്തരം വിരാട് കോഹ്ലി. 6. ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആര്? ഉത്തരം വിരാട് കോഹ്ലി. 7. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഉത്തരം അഞ്ജു ബോബി ജോർജ്. 8. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമേതാണ്? ഉത്തരം പാകിസ്ഥാൻ. 9. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. ഉത്തരം കന്യാകുമാരി. 10. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. ഉത്തരം വിന്ധ്യപർവ്വതം. 11. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഉത്തരം ഗംഗ. 12. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമേത്? ഉത്തരം 1958. 13. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഉത്തരം ഗോവ. 14. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഉത്തരം ഇംഗ്ലീഷ്. 15. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിലറിയപ്പെട്ടത്? ഉത്തരം ജിം കോർബറ്റ്. 16. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ഉത്തരം കൃഷ്ണാനദി. 17. മസൂലി പട്ടണം ഇപ്പോൾ ഏതു സംസ്ഥാനത്താണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. 19. ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഉത്തരം 1857 വിപ്ലവം. 20. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്-ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം റോബർട്ട് ക്ലൈവ്. 21. ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം തുഹാഫത്തുൽ മുവാഹിദീൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്? ഉത്തരം പേർഷ്യൻ. രാജാ റാം മോഹൻ റായ് ആണ് ഇത് രചിച്ചത്. 22. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി. ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 23. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം രബീന്ദ്രനാഥ ടാഗോർ. 24. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? ഉത്തരം 1919 ഏപ്രിൽ 13. 25. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചതെവിടെ? ഉത്തരം സിംഗപ്പൂർ. 26. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ. ഉത്തരം 27. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. 28. 21. പി. കേശവദേവ് പുരസ്കാരത്തിനർഹനായത്? ഉത്തരം ശശി തരൂർ. 29. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ. ഉത്തരം ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. 30. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 31. നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഉത്തരം 21-ാം അനുച്ഛേദം. 32. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്? ഉത്തരം 32-ാം അനുച്ഛേദം. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. 33. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന്? ഉത്തരം 2008. 34. താമരയുടെ ശാസ്ത്രീയനാമമെന്ത്? ഉത്തരം നെലംബോ ന്യൂസിഫെറ. 35. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം തിരുവനന്തപുരം. 36. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. 37. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ. ഉത്തരം 5. 1 ചെയർമാൻ, 1 വൈസ് ചെയർമാൻ, 3 മറ്റ് അംഗങ്ങൾ. 38. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. ഉത്തരം ഭാരതപ്പുഴ. 39. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. ഉത്തരം മലനാട്. കേരളത്തിന്റെ ആകെ ഭൂപ്രകൃതിയുടെ ഏതാണ്ട് 48% മലനാടാണ്. 40. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്? ഉത്തരം പൊന്നാനി കനാൽ. 41.
കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽമഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മാംഗോ ഷവർ. കർണാടകയിൽ ഇത് ചെറി എന്നു ബ്ലോസം എന്നും അറിയപ്പെടുന്നു. 42 ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 5. 43 കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണ്? ഉത്തരം സൈലന്റ് വാലി. ആദ്യത്തേത് ഇരവികുളം. 44 പെരിയാർ വന്യമൃഗസങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടുക്കി. 45 കെ. എസ്. ഇ. സ്ഥാപിതമായ വർഷം? ഉത്തരം 1957 മാർച്ച് 31. 46 ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജ്ജം? ഉത്തരം സൗരോർജ്ജം. 47 കേരള മത്സ്യഫെഡിന്റെ ഓഫ് AATSYAFED ആസ്ഥാനം? ഉത്തരം തിരുവനന്തപുരം. 48 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാളപ്രദം? ഉത്തരം മിതവാദി. 49 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. 50 ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ? ഉത്തരം ആഗമാനന്ദസ്വാമി. 51 സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സഭ സ്ഥാപിച്ചതാര്? ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 52 വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആര്? ഉത്തരം പാമ്പാടി ജോൺ ജോസഫ്. 53 തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാര്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. 54 മയ്യഴി ജനകീയ സമരത്തിനു നേതൃത്വം കൊടുത്തത്? ഉത്തരം IK കുമാരൻ മാസ്റ്റർ. 55 എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏതു കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പഴശ്ശി കലാപം. 56 കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? ഉത്തരം അയ്യൻകാളി. 57 പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം? ഉത്തരം 90-ാം ആണ്ട് ലഹള. 1915 നടന്ന ഊരൂട്ടമ്പലം ലഹള. 58 ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? ഉത്തരം പേരാൽ. 59 പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഉത്തരം 12 മുതൽ 18 വരെ. 60 ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ? ഉത്തരം ഫാഗോസൈറ്റോസിസ്. 61 മനുഷ്യശരീരത്തിലുള്ള നാഡികൾ? ഉത്തരം 43 ജോഡി. 12 ജോഡി കപാലനാഡികളും 31 ജോഡി സുഷുമ്നാനാഡികളും. 62 മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിനു കാരണം? ഉത്തരം യൂറോക്രോം. 63 പേശീക്ഷീണത്തിന് മസിൽ ഫറ്റീഗ് കാരണമാവുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ഉത്തരം ലാക്റ്റിക് ആസിഡ്. 64 അയഡിൻ അടങ്ങിയ ഹോർമോൺ? ഉത്തരം തൈറോക്സിൻ. 65 വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് സോലുബിലിറ്റി അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? ഉത്തരം 2 ജലത്തിൽ ലയിക്കുന്നവയെന്നും കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും 2 തരത്തിൽ. 66 അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി? ഉത്തരം സ്നേഹപൂർവം. 67 പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം ട്രോഫിക് ലെവൽ? ഉത്തരം 3 ഉൽപ്പാദകർ 1 സസ്യാഹാരികൾ 2 മാംസാഹാരികൾ 3. 68 ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം? ഉത്തരം കരൾ. 69 നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ്? ഉത്തരം D ബ്ലോക്ക് മൂലകങ്ങൾ, സംക്രമണ മൂലകങ്ങൾ. 70 സംക്രമണ മൂലകങ്ങളുടെ ട്രാൻസിഷൻ എലിമെന്റ്സ് ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിൽ? ഉത്തരം 3D. 71 ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഏതു വാതകമുണ്ടാകും? ഉത്തരം ഹൈഡ്രജൻ. 72 സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം സോഡിയം ക്ലോറൈഡ്, സാധാരണ ഉപ്പ്. 73 വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം? ഉത്തരം ഇലക്ട്രിക് ബൾബ്. 74 ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ? ഉത്തരം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ്. 75 ഐസിൽ കറിയുപ്പ് ചേർത്താൽ അതിന്റെ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ്? ഉത്തരം കുറയുന്നു. 76 സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം? ഉത്തരം ഹൂക്സ് നിയമം. 77 ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം? ഉത്തരം പസഫിക് സമുദ്രം.